വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രഭാഷകൻ 30-ാം അധ്യായത്തിൽ കുട്ടികളെ ശാസിക്കേണ്ടത് എങ്ങനെയെന്ന് വിവരിക്കുന്നതോടൊപ്പം ആരോഗ്യത്തിന്റെയും സന്തോഷത്തിന്റെയും പ്രാധാന്യം കൂടി വിവരിക്കുന്നു. പുത്രനെ സ്നേഹിക്കുന്നവൻ അവനെ പലപ്പോഴും അടിക്കുന്നു. വളർന്നു വരുമ്പോൾ അവൻ പിതാവിനെ സന്തോഷിപ്പിക്കും. മകനെ ശിക്ഷണത്തിൽ വളർത്തുന്നവന് അവൻ മൂലം നന്മയുണ്ടാകും. സ്നേഹിതരുടെ മുമ്പിൽ അവനെക്കുറിച്ച് അഭിമാനിക്കുകയും ചെയ്യും. പ്രഭാഷകൻ 30-ാം അധ്യായം 1-2 തിരുവചനങ്ങൾ. അധ്യായം 31 സമ്പത്തിന്റെ ശരിയായ വിനിയോഗം നമ്മെ പഠിപ്പിക്കുന്നതോടൊപ്പം ദാനം, വിനയം എന്നിവയുടെ പ്രാധാന്യവും വിവരിക്കുന്നു. മദ്യപാനം ഒഴിവാക്കാൻ നമ്മെ ഉപദേശിക്കുന്നു. വീഞ്ഞ് കുടിച്ച് ധീരത പ്രകടിപ്പിക്കാൻ ശ്രമിക്കേണ്ട. വീഞ്ഞ് അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്. പ്രഭാഷകൻ 31-ാം അധ്യായം 25-ാം തിരുവചനം. അധ്യായം 32 വിനയം, ജ്ഞാനം, ദൈവഭയം എന്നീ 3 ഗുണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവൻ അവിടുത്തെ ശാസനം സ്വീകരിക്കുന്നു. പ്രഭാതത്തിൽ ഉണർന്ന് അവിടുത്തെ അന്വേഷിക്കുന്നവന് കൃപ ലഭിക്കും. പ്രഭാഷകൻ 32-ാം അധ്യായം 14-ാം തിരുവചനം. പ്രഭാഷകൻ അധ്യായം 33 ദൈവത്തിന്റെ പദ്ധതികളെയും മനുഷ്യന്റെ ഉത്തരവാദിത്വത്തെയും കുറിച്ച് നമ്മോട് ഉപദേശിക്കുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവന് അനർത്ഥം സംഭവിക്കുകയില്ല. ആപത്തിൽ നിന്ന് അവിടുന്ന് അവനെ രക്ഷിക്കും. പ്രഭാഷകൻ 33-ാം അധ്യായം 1-ാം തിരുവചനം. 34-ാം അധ്യായത്തിൽ ദൈവഭയത്തിന്റെ പ്രാധാന്യം ഒരിക്കൽ കൂടി വിവരിക്കുന്നു. തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു. അവിടുന്ന് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ള താങ്ങും ചുടുകാറ്റിൽ അഭയകേന്ദ്രവും പൊരിവെയിലിൽ തണലും ഇടറാതിരിക്കാൻ സംരക്ഷണവും വീഴാതിരിക്കാൻ ഉറപ്പുമാണ്. അവിടുന്ന് ആത്മാവിനെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. അവിടുന്ന് സൗഖ്യവും ജീവനും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നു. 34-ാം അധ്യായം 19-20 തിരുവചനങ്ങൾ. കർത്താവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ അവിടുത്തെ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.